കഥ ഇഷ്ടമാണോ കൂട്ടുകാരെ? ഒരു കഥ പറയട്ടെ. കർഷകനും മൂർഖനും. ഇതൊരു വിശ്വാസത്തിൻ്റെ കഥയാണ്. ഒരിടത്ത് കാലിയ എന്നു പേരായ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ കഠിനാധ്വാനിയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. ഉപജീവനത്തിനായി തൻ്റെ കൃഷിയിടത്തിൽ അയാൾ അഹോരാത്രം പണിയെടുത്തു. അയാൾക്ക് കേശവ് എന്നു പേരായ ഒരു മകനുണ്ടായിരുന്നു. അവനും അച്ഛനെ ജോലിയിൽ സഹായിച്ചിരുന്നു. അയാളുടെ കൃഷിയിടത്തിൽ ഒരു ചിതൽപുറ്റുണ്ടായിരുന്നു. നിലം ഉഴുന്നതിന് തടസ്സമായി നിന്ന അത് തട്ടിക്കളയുവാൻ അയാൾ തീരുമാനിച്ചു. അത് തട്ടിക്കളഞ്ഞു തീരാറായപ്പോൾ ഒരു മൂർഖൻ പാമ്പ് അതിൽ നിന്നും വെളിയിലേക്ക് ഇഴഞ്ഞു വന്നു. പാമ്പിനെ കണ്ട അയാൾ ആദരപൂർവ്വം മുട്ടുകുത്തി നിന്നു. അതിനൊരു പാത്രത്തിൽ പാൽ നൽകിയ ശേഷം തൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവിടെ എത്തിയ കാലിയെ കണ്ടത് തൻ്റെ പാത്രത്തിൽ ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നതാണ്. നന്ദിപൂർവ്വം അയാൾ അതെടുത്ത് വീട്ടിലേക്ക് പോയി. അന്നു മുതൽ എല്ലാ ദിവസവും അയാൾ ഒരു പാത്രം പാൽ അവിടെ പാമ്പിനായി വെച്ചു കൊടുക്കുവാൻ തുടങ്ങി. അടുത്ത ദിവസം ഓരോ സ്വർണ്ണ നാണയം അയാൾക്ക് ലഭിച്ചും പോന്നു. കൃഷി ആവശ്യത്തിനായുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഒരിക്കൽ കാലിയയ്ക്ക് അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകേണ്ടതായി വന്നു. പാമ്പിനു വേണ്ടി പാൽ കരുതി വെച്ചു കൊടുക്കണമെന്ന് മകനോട് പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞത് മകൻ അനുസരിച്ചു. അടുത്ത ദിവസം അവനും കിട്ടി ഒരു സ്വർണ്ണ നാണയം. ചെറുപ്പക്കാരനായ കേശവന് സത്യം മനസ്സിലായില്ല. അവൻ പാമ്പിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. പാമ്പിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്വർണ്ണമാണെന്ന് അവൻ വിചാരിച്ചു. പാമ്പിനെ കൊല്ലാനായി വടിയെടുത്തതും അത് അവനെ കടിച്ചു കൊന്നു. വീട്ടിൽ മടങ്ങിയെത്തിയ കാലിയ മകൻ്റെ വിയോഗമറിഞ്ഞ് അതീവ ദുഃഖിതനായി. അതേസമയം പാമ്പിനോട് അയാൾക്ക് സഹതാപവും തോന്നി. അയാൾ പാമ്പിനെ തേടി ചെന്നു. പതിവ് പോലെ പാൽ കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ മകൻ ചെയ്ത തെറ്റ് ദയവു ചെയ്ത് മാപ്പാക്കണം. പഴയതുപോലെ എന്നെ വിശ്വസിക്കണം. ഇനി നിന്നെ ഉപദ്രവിക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. പാമ്പ് ചീറ്റിക്കൊണ്ട് പറഞ്ഞു, ഖേദിക്കുന്നു ചങ്ങാതി. എന്നോട് ചെയ്ത തെറ്റ് ഞാൻ മറക്കുകയില്ല. നിന്റെ മകൻ്റെ വേർപാട് നിനക്കും മറക്കുവാനാവുകയില്ല. നമുക്ക് പിരിയാം. ഇനി അന്വേഷിച്ചു വരരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാമ്പ് ഇഴഞ്ഞു നീങ്ങിപ്പോയി. ഗുണപാഠം: വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ വീണ്ടെടുക്കുക പ്രയാസമാണ്. കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.